അപ്പോൾ നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. നമ്മളിന്ന് നേരെ പോകുന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരി ഉദയം കാണണമെന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷേ ഏകദേശം സൂര്യൻ ഉദിച്ചു തുടങ്ങി. നമ്മൾ ഏകദേശം ഒരു 4:15 കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ദാ ഒരു പാർവതിപുരം പാലം എത്തി കേട്ടോ. അതിന്റെ സൈഡിലൂടെ ഉള്ള റോഡിലാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ നേരെ പോകുന്നത് കന്യാകുമാരി, അവിടെ നിന്ന് കണ്ണാടിപ്പാലം, അങ്ങനെ അവിടെ ഉള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു യാത്രയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്താണ്, കുറച്ച് കൊച്ചു കൊച്ചു സ്ഥലങ്ങളും കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതാ പാലത്തിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ബൈക്കിൽ കറക്റ്റ് 1 മണിക്കൂറിലെത്തി പാലനാമടുത്ത് എത്തിയപ്പോൾ നല്ല സമയമാവണം. അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. കാരണം നമ്മള് മലയങ്കിയ സ്ഥലത്തു നിന്നാണ് നമ്മള് യാത്ര തിരിച്ചത് കേട്ടോ. 4:15 ഇറങ്ങിയതാണ്. അതാ പാലത്തിന്റെ അടിയിൽ കൂടെയാണ് കേട്ടോ. അത് കാണിച്ചു തരാൻ ഉദയം കാണാനായിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഉദയമൊക്കെ കഴിഞ്ഞു. 6:32 ഉദയം, സൂര്യോദയം. ഇപ്പൊ വന്നിട്ട് എത്ര 6:28. ഇനി 4 മിനിറ്റ് കൊണ്ട് കന്യാകുമാരി എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് തന്നെ 25 കിലോമീറ്റർ കൂടുതലുണ്ട്. പാർവതിപുരം പാലത്തിന്റെ അടിയിൽ നിന്ന് തന്നെ ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട് ഈ പറഞ്ഞ കന്യാകുമാരി എത്താൻ വേണ്ടി. എന്തായാലും കന്യാകുമാരി ബീച്ചെല്ലാം കണ്ടിട്ട് നമുക്ക് സമാധാനമായിട്ട് വേണം. ഉദയത്തിന്റെ വീഡിയോ കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പൊ നമ്മളിതാ പാർക്കിംഗ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഫാസ്ടാഗില് ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റൂ. നമ്മളതിൽ ചാർജ് ബാലൻസ് ഇല്ലായിരുന്നു. അതൊരു 100 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്തി. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കന്യാകുമാരി ബീച്ചിൽ നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ദൂരത വിവേകാനന്ദ പാറയും കണ്ണാടിപ്പാലവും അവിടെയാണ് കേട്ടോ. കണ്ണാടിപ്പാലവും നമ്മുടെ തിരുവള്ളൂരിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടോ, സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. നല്ലൊരു എന്താണ് ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞല്ലോ, കാർ പാർക്ക് ചെയ്യുന്നിടത്ത് ഫാസ്ടാഗിൽ നമുക്ക് എന്തായാലും ബാലൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. എന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഇല്ലെങ്കിൽ നമുക്ക് 100 രൂപ ചാർജ് ആവും. അതും നമുക്ക് 6 മണിക്കൂർ വരെ അവിടെ പാർക്ക് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ കേട്ടോ. പാർക്ക് 6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പിന്നെ എക്സ്ട്രാ വീണ്ടും നമ്മൾ 100 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരുവേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പം നമ്മളിതാ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് താഴോട്ടല്ല, അവിടെ ചെറിയൊരു തിട്ട പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം കാലൊക്കെ ഒന്ന് നനയ്ക്കാനും ഒരുപാട് പേര് അവിടെയൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ പുറത്ത് നിന്ന് ആ ബീച്ചിൽ നിന്ന് കാലൊക്കെ ഒന്ന് കഴുകി അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് കളിച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേരെയൊക്കെ കൊണ്ട് കുറച്ച് പ്രയാസമാണല്ലോ, അറിയാമല്ലോ. അപ്പം നമ്മൾ അത്യാവശ്യമൊക്കെ ഒന്ന് കാലൊക്കെ ഒന്ന് കഴുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ വന്നത് തന്നെ കണ്ണാടിപ്പാലം ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കണ്ണാടിപ്പാലത്തിലൊന്നും പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതിയാണ് നമ്മൾ പ്രധാനമായിട്ടും കന്യാകുമാരിയിലോട്ട് വിട്ടത് കേട്ടോ. അപ്പം നല്ലൊരു പ്ലേസാണ് കേട്ടോ. അപ്പം നമ്മളിതവിടെ ഓരോ തിരയായിട്ട് ഇങ്ങനെ എണ്ണി നിൽക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ പറയുമല്ലോ, 7 തിരമാല എണ്ണി വരുമ്പോഴത്തേക്ക് 7ാമത്തത് വലിയ തിരമാല ആയിരിക്കും എന്ന് അറിയില്ല. അപ്പോൾ അതേപോലെയൊക്കെ ഞാൻ ഇങ്ങനെ പിള്ളേരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ അതൊക്കെ എണ്ണി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം അടിച്ച് തെറിപ്പിക്കുന്നതിനനുസരിച്ച് ഉപ്പുവെള്ളം ഞാനും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെതാ നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളും, നല്ലൊരു കുട്ടികളെയും കൊണ്ടുപോയി അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കണ്ണാടിപ്പാലം കാണാൻ പോകുന്നതിന് മുമ്പ് ബോട്ടിലൊക്കെ കയറണം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് കയറി ഒന്ന് കാപ്പി കുടിക്കാനായിട്ട് കയറി കേട്ടോ. അവിടെ തന്നെ ഉള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കാപ്പി കുടിക്കാനായിട്ട് കയറിയത്. അതും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സെറ്റ് പൂരിയൊക്കെയാണ് ഞാനും വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളിതാ വരിയിലേക്ക് നിൽക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ സാധാരണ വരിയാണെങ്കിൽ 100 രൂപയും സ്പെഷ്യലായിട്ടുള്ളതുണ്ട് കേട്ടോ. അത് 300 രൂപ എന്താണ് റേറ്റ് വരുന്നത്. അപ്പം നമ്മളിതാ ഒരാൾക്ക് ടിക്കറ്റ് 100 രൂപ എന്നുള്ള കണക്കിലാണ് വരി നിൽക്കുന്നത്. അത് നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നിന്ന് കറങ്ങി വരാനുള്ള ക്യൂ ഉണ്ടായിരുന്നേ. അപ്പം നമ്മളിതാ നിന്ന് കുറേ നേരമൊക്കെ നിന്നതിന് ശേഷം നമ്മളിതാ ബോട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ജാക്കറ്റൊക്കെ ഇട്ട് നമ്മളിതാ ബോട്ടിലോട്ട് കയറി ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ് കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അത്യാവശ്യം ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ വരി നിൽക്കുന്നത് കുറച്ച് സമയം എടുക്കും കേട്ടോ. എന്നാലും പെട്ടെന്ന് മൂവ് ആവും, കുഴപ്പമില്ല.
അപ്പോൾ നമ്മളിത് ആ ബോട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ. ഒരു ബോട്ട് നമ്മൾ ഈ കരയ്ക്ക് അടുക്കുമ്പോഴത്തേക്കും അടുത്ത ബോട്ട് ഇങ്ങനെ പോവും, അവിടെ ഉള്ളവരെ കൊണ്ട് തിരിച്ചു വരും. അങ്ങനെയാണ് കേട്ടോ ആ ഒരു സർവീസ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ബോട്ടിൽ കയറി നമ്മളിതാ അവിടെ വിവേകാനന്ദ പാറയുടെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഒരാൾക്ക് 30 രൂപ എന്നുള്ള കണക്കിനാണ് കേട്ടോ ടിക്കറ്റ്. 30 രൂപ എടുത്തിട്ടാണ് നമ്മൾ മുകളിലോട്ടൊക്കെ പോയി കണ്ണാടിപ്പാലം, പിന്നെ തിരുവള്ളൂരിൻ്റെ അവിടെ പോകാം. പിന്നെ എന്താണ് വിവേകാനന്ദ പാറ, അതെല്ലാം നമുക്ക് കാണേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതാ മുകളിലോട്ട് പോയി ഇതാ കണ്ണാടിപ്പാലമാണ് കേട്ടോ. കണ്ണാടിപ്പാലം എന്ന് വിചാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച് നമ്മുടെ ഈ എന്താണ് പുറത്തോട്ടൊക്കെ ഉള്ള പോലെ ഫുൾ ഇങ്ങനെ കണ്ണാടിയിട്ട് നിരത്തിക്കുന്നതായിരിക്കും കേട്ടോ. പക്ഷേ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ട് ആ സൈഡൊക്കെ അങ്ങ് അടച്ചതിന് ശേഷം ആ ഒരു കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ണാടിപ്പാലം. പക്ഷേ അത് ഉള്ളത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. താഴെ നോക്കുമ്പോഴത്തേക്കും പാറക്കെട്ടുകളും അതിൽ വന്ന് തിരമാല വന്ന് അടിക്കുന്ന ഒരു വ്യൂ ഒക്കെയാണ് ഉള്ളത് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് തിരുവള്ളൂരിൻ്റെ ആ ഒരു പ്രതിഷ്ഠ അത് കാണാനായിട്ടാണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പടികളുണ്ട് കേട്ടോ. അപ്പോൾ പടികളിൽ ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോള് എടുക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവളും ഇതാ പടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഒരു രസമുള്ള കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഏറ്റവും മുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ആ കടലിൽ കാണുന്നതും ആ ചുറ്റുമുള്ള ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ടല്ലോ, നമ്മളതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണേ. കണ്ടല്ലോ ആ ഒരു വ്യൂ പോയിന്റ് കണ്ടില്ലേ, ആ ഒരു രസം, നല്ല രസമുണ്ട് കേട്ടോ. കടലിൻ്റെ ആ ഒരു സത്യം പറഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ കാണാനായിട്ട്. കണ്ടല്ലോ പാറക്കെട്ടിലൊക്കെ തിരമാല വന്ന് അടിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെ ചുറ്റും നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. നല്ല ഉയരത്തിലുള്ളതാണ് കേട്ടോ തിരുവള്ളൂരിൻ്റെ ആ ഒരു പ്രതിഷ്ഠ. നല്ല ഉയരത്തിലാണ്, നല്ല രസമുണ്ട് അത് കൊത്തിക്കുന്നതൊക്കെ കാണാനും. ആ കാലിൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു ഒറിജിനാലിറ്റിയോടുകൂടിയാണ് കേട്ടോ കൊത്തിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ചിറങ്ങി ഇതാ നമ്മൾ അവിടെ തന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു എന്താണ് ഡ്രിങ്കിങ്ങിനൊക്കെ ഉള്ള കുറച്ച് ഫുഡ് കോർട്ട് പോലെ കണ്ടു കേട്ടോ. വലിയ ഭക്ഷണമൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് ജ്യൂസും കാര്യങ്ങളും കോഫിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും 2 കോഫിയും വാങ്ങിച്ചു, പിള്ളേർ കുറച്ച് ഒരു ചെറിയ ജ്യൂസും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുത്തെ കാഴ്ചകളും വിവേകാനന്ദ പാറയിലും എല്ലാം ഒന്ന് കറങ്ങിയതിന് ശേഷം പിന്നെ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അതെല്ലാം ഒന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ഇതാ ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 മണിയായി കേട്ടോ നമ്മൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ നമ്മളിതാ ഒരു ചെറിയൊരു ലഞ്ച് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു അച്ചാറും തോരനും കിച്ചടിയൊക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ നല്ലൊരു ടൂറായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്.